സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണുന്നവർക്കും ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് എടുക്കുന്നവർക്കും പലപ്പോഴായി എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എന്നും സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പുതുമയുള്ള വീഡിയോസ് നൽകുന്ന ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് അറിയണ്ടേ? നമ്മുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ്സിലൊക്കെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എന്താണത്? ഫ്ലോ സ്റ്റേറ്റ്. ഫ്ലോ സ്റ്റേറ്റ് ഇൻ സെയിൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലോ സ്റ്റേറ്റ് ഇൻ സെയിൽസ് എന്നുള്ളതാണ്. ഫ്ലോ സ്റ്റേറ്റ് ഇൻ സെയിൽസ്. അതായത് എന്താണ് ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഫ്ലോ ഒരു ഒഴുക്ക് അല്ലേ? ഇൻ ദ സോൺ എന്നാണ് പറയുന്നത്. ഇൻ ദ സോൺ. ഈ ഫ്ലോ സ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികളും, സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ എത്തിയിരിക്കുന്ന ആളുകളും അവർക്ക് ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലാണ് അവർ ഏക്കാലത്ത് നിലനിൽക്കുന്നത്. നമ്മുടെ ടെക്നോളജി ഇന്ന് ഏറ്റവും അധികം പ്രധാനപ്പെട്ടതും ഏറ്റവും അധികം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലുകൾ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ തൊഴിലുകൾ ഇല്ലാതാകുമ്പോൾ എല്ലാ മനുഷ്യരും ഒരു ബിസിനസ് മോഡലിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് തൊഴിലുകൾ ഇല്ലാതാകുകയും എല്ലാ മനുഷ്യരെയും അവരുടെ തൊഴിലുകളെ ഒരു ബിസിനസ് മോഡലിലോട്ട്, ആ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ഫ്ലോ സ്റ്റേറ്റ് ആണ്. അതെപ്പോഴും ആ ഒഴുകി നടക്കുന്ന, അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഒരിക്കലും അത് അവസാനിക്കാത്ത ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ് ഫ്ലോ സ്റ്റേറ്റ്. എന്നുമ്പോ പറഞ്ഞ പോലെ ഇൻ ദ സോൺ എന്ന് പറയും. ആ ഒരു നിമിഷം, ആ ഫോക്കസ് മൈൻഡ് സെറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സെയിൽസിലെ ഫ്ലോ സ്റ്റേറ്റിലെ 5 പ്രീമിയം സീക്രട്സ് ആണ്. അതായത് ഈ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 5 പ്രീമിയം സീക്രട്സ് ആണ്. അപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഇൻ ദ സോൺ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ വ്യക്തികളും വളർത്തിയെടുക്കണം. അത് നമ്മളിൽ വളർത്തിയെടുത്തില്ല എങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പഠിക്കാം, എന്താണ് ഈ 5 പ്രീമിയം സീക്രട്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ക്ലിയർ ഗോൾസ് ആൻഡ് ഫോക്കസ് എന്ന് പറയുന്നതാണ്. ഒന്നാമത്തെ പ്രീമിയം സീക്രട്ട് എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച്, അല്ലെ ഒരു സെയിൽസ് ടീമിനെ സംബന്ധിച്ച്, അവരുടെ കസ്റ്റമർ ആ കടയിലേക്ക് ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ലെ ഒരു ഡിജിറ്റൽ പർച്ചേസിലേക്ക് വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഗോൾ സെറ്റിങ്സ് ഉണ്ടാവണം. കൃത്യമായിട്ട് അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാവണം. അപ്പോൾ ഒന്നാമത്തെ പ്രീമിയം സീക്രട്ട് എന്ന് പറയുന്നത് ക്ലിയർ ഗോൾസ് ആണ്. ക്ലിയർ ഗോൾസ് ആൻഡ് ഫോക്കസ്. നമ്മുടെ പ്രപഞ്ചമുണ്ടായ കാലഘട്ടം മുതലേ പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെ ഈ ഭൂമിയുടെയും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെയൊക്കെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോക്കസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ്. ഫോക്കസ് അത് ഫൗണ്ടേഷനാണ്. നമുക്ക് ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ലോകത്ത് ഇപ്പം ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോക്കസാണ്. അതായത് ഒരു ദിശയിലേക്ക് മാത്രം, ഒരു കോൺസെപ്റ്റിലേക്ക് മാത്രം, അല്ലെ ഒരു ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറയും. അപ്പം നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ അടുത്തേക്ക് വരുന്ന, അല്ല നമ്മളിലേക്ക് നമ്മൾ കണ്ടെത്തുന്ന കസ്റ്റമേഴ്സ് അല്ലെ ക്ലയൻസ്, അവരെ സംബന്ധിച്ച് അവരെക്കുറിച്ച് ഒരു ഉത്തമമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഒരു കസ്റ്റമർ നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ മെഷറബിളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യാവുന്ന ടാർഗറ്റ്സ് നമുക്ക് മുന്നേ നമ്മൾ സെറ്റ് ചെയ്യണം. ഒരു കസ്റ്റമർ വന്ന ശേഷമല്ല, കസ്റ്റമർ നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉത്തമ ബോധ്യമുണ്ടാവണം. ഈ കസ്റ്റമർ, ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റുമെന്നും ആ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി കഴിഞ്ഞാൽ വീണ്ടും ആ കസ്റ്റമർ എന്നിലേക്ക് വരുവാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള
അറ്റാച്ച്മെൻറ്റ്സും അല്ലെ ആ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻസും ഞാൻ സ്ഥാപിച്ചെടുക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ ഗോൾസ് ആൻഡ് ഫോക്കസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കസ്റ്റമറെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് വരിക എന്നുള്ളതല്ല. നമ്മളിലേക്ക് ഒരുപാട് ഒത്തിരി കസ്റ്റമേഴ്സിനെ നമുക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആവുക എന്നതിനപ്പുറത്തോട്ട് ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ വളരെയധികം ഹൈ പ്രൊഫൈലായിട്ടുള്ള കസ്റ്റമേഴ്സ്, അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈൽ റീഡ് ചെയ്ത ശേഷം അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? അവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. കാരണം നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ഡിജിറ്റൽ പ്രോഡക്ട്സോ ഫിസിക്കൽ പ്രോഡക്ട്സോ വാങ്ങിക്കുവാനായിട്ട് പലതരത്തിലെ ആളുകൾ വരാം. നമുക്ക് എല്ലാ ആളുകളെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പം ആ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വളരെ സെലക്റ്റീവ് ആകാം. നമ്മുടെ നമ്മുടെ ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമർ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കസ്റ്റമർ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, CRM മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമറെ ട്രാക്ക് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഫൈൽ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹൈ പ്രൊഫൈലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നല്ലൊരു സെയിൽസ് എക്കോസിസ്റ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ആ സെയിൽസ് എക്കോസിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരും, കൂടുതൽ റെഫറലുകൾ തരും. ആ കസ്റ്റമറെ നെറ്റ്വർക്കിനെ നമ്മുടെ നെറ്റ്വർക്കും നമ്മുടെ ബ്രാൻഡുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ഗോൾസ് ആൻഡ് ഫോക്കസ് എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് ഇൻ സെയിൽസിലെ രണ്ടാമത്തെ പ്രീമിയം സീക്രട്ട് എന്താണ്? രണ്ടാമത്തെ പ്രീമിയം സീക്രട്ട് എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻ ആൻഡ് എമ്പതി എന്നുള്ളതാണ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്കൊരു ഇമോഷണൽ ബന്ധം ഉണ്ടാവണം, നമുക്ക് അവരുമായിട്ട് ഒരു എമ്പതറ്റിക് മനോഭാവം ഉണ്ടാവണം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ ആൻഡ് എമ്പതി എന്നുള്ളതാണ്. ഇമോഷണൽ കണക്ഷൻ ആൻഡ് എമ്പതി എന്താണിത്? എന്താണ് ഇമോഷണൽ കണക്ഷൻ ആൻഡ് എമ്പതി എന്ന് പറയുന്നത്? അതായത് നമ്മളിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സുമായിട്ട് നമുക്കൊരു ദീർഘകാലം ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കഴിയണം. ഒരു വൺ ടൈം കസ്റ്റമർ അല്ല അവർ നമ്മളിലേക്ക് നമ്മുടെ ബ്രാൻഡിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അവർ നമ്മളിലേക്ക് വരുവാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവരുടെ നീഡ്സ്, അവരുടെ പെയിൻ പോയിൻറ്റ്സ് ഇതൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യുവാനായിട്ട് കഴിയണം. അവർ നമ്മളിലേക്ക് ഒരു വലിയൊരു ടീമിനെ കൊണ്ടാണ് ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമുള്ളൊരു നെറ്റ്വർക്കുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെയിൽസ് ടീം അല്ലെങ്കിൽ സെയിൽസ്മാൻമാർ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ആ പറയുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഇമോഷണൽ കണക്ഷൻ, നമുക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമോഷണൽ കണക്ഷൻ സ്ഥാപിച്ചുകൊണ്ട് ആ പറയുന്ന കസ്റ്റമറുടെ ആവശ്യങ്ങൾ, അതാ എമ്പതി എന്ന് പറയുന്നത്, ആ കസ്റ്റമറെ ആദ്യം നമ്മൾ വെക്കുക. ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുക, ഒരു കേൾവിക്കാരനാകുക, അവരുടെ ചോദ്യങ്ങളെ മനോഹരമായതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവരുമായിട്ടൊരു നല്ലൊരു റാപ്പോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിനൊരു ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമോഷണലായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എമ്പതി ഉൾപ്പെടെയുള്ള കോൺസെപ്റ്റുകൾ നമ്മളിൽ നിന്ന് അവരിലേക്ക് പകർന്നു കൊടുക്കുകൊണ്ട് വീണ്ടും ആ കസ്റ്റമറെ നമ്മുടെ സ്ഥാപനവുമായിട്ടും നമ്മുടെ ബ്രാൻഡുമായിട്ടും കണക്റ്റ് ചെയ്യുക. അതാണ് ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലോ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സെയിൽസ്മാൻ എന്ന് പറയുന്ന വ്യക്തി രണ്ട് തരത്തിലെ ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് ആ സോഴ്സ് ആകുകയും രണ്ടാമത് ആ പൈപ്പ് ലൈൻ, ആ പറയുന്ന കസ്റ്റമറുമായിട്ട് കണക്റ്റ് ചെയ്യുന്നൊരു പൈപ്പ് ലൈനായി മാറുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമോഷണൽ കണക്ഷൻ ആൻഡ് എമ്പതി എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് ഇൻ സെയിൽസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ പ്രീമിയം സീക്രട്ട് എന്താണെന്ന് അറിയണ്ടേ? മൂന്നാമത്തെ പ്രീമിയം സീക്രട്ട് എന്ന് പറയുന്നത് മാസ്റ്ററി ആൻഡ് സെയിൽസ് സ്കിൽസ് ആൻഡ് നോളജ് എന്നുള്ളതാണ്. അതായത് മാസ്റ്ററി ഇൻ സെയിൽസ് സ്കിൽസ് ആൻഡ് നോളജ്, അതായത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും, എല്ലാ സെയിൽസ് ടീം അംഗങ്ങളും അവർ ചില സ്കിൽ സെറ്റുകൾ അവർക്കുണ്ടാവണം. ആ സ്കിൽ സെറ്റുകളിൽ അവർ മാസ്റ്റർ ആവണം. അവർക്ക് നോളജ് ഉണ്ടാവണം. അറിവെന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള അറിവുകൾ മാത്രമല്ല, അവർക്ക് അവരുടെ ആ
വരുന്ന കസ്റ്റമർ ആവശ്യപ്പെടുന്ന പ്രോഡക്ട്സ്, സർവീസസ് ഇതിലൊരു എക്സ്പേർട്ട് ആയിരിക്കണം. അവർ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും, അവരുടെ സംശയങ്ങൾക്ക്, അവരുടെ അഭിപ്രായങ്ങൾക്കെല്ലാം വില കൊടുത്തുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പറയുന്ന സെയിൽസ്മാൻ ഒരു എക്സ്പേർട്ടായിട്ട് നിന്നുകൊണ്ട് അവരുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരങ്ങൾ പറയുകയും അവരുടെ ചോദ്യങ്ങൾ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ട് അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആര് മാറണം? നമ്മുടെ സെയിൽസ്മാൻമാർ മാറണം. അതോടൊപ്പം തന്നെ എന്താണ് ആ പറയുന്ന ഫീൽഡ് അല്ലെങ്കിൽ ആ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള എല്ലാ പുതിയ ട്രെൻഡുകളെക്കുറിച്ചും എല്ലാ പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ചും ഓരോ സെയിൽസ്മാൻമാർക്കും എന്താണ് അവർക്ക് അറിവുണ്ടായിരിക്കും. അവരെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മാറുന്ന ട്രെൻഡ് അനുസരിച്ച്, മാറുന്ന കസ്റ്റമർ നീഡ് അനുസരിച്ച് അവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ ആർക്ക് കഴിയണം? നമ്മുടെ സെയിൽസ് ടീം. അപ്പോൾ സെയിൽസ്മാൻമാരെന്ന് പറയുന്നത് വെറും എന്താണ് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അപ്പുറത്തോട്ട് അവരെന്ത് ചെയ്യണം? അവർക്ക് നെഗോഷിയേഷൻ സ്കില്ലുകൾ ഉൾപ്പെടെയുള്ള, ക്ലോസിംഗ് സ്കില്ലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിധത്തിലുള്ള ടെക്നിക്കുകളിലും മാസ്റ്ററാണ്. അപ്പോൾ എന്താണ് അവർ ആ പറയുന്ന കസ്റ്റമറുമായിട്ട് ഡീല് ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിക്കാം, അവർക്ക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം, ഒബ്ജെക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതിൽ അവർക്ക് മാസ്റ്ററാകാം. ക്ലോസിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് കൊണ്ട് തന്നെ ആ കസ്റ്റമറെ നമുക്ക് ചേർത്ത് പിടിക്കാം. ആ കസ്റ്റമറെ നമുക്ക് ലൈഫ് ലോങ് കസ്റ്റമറാക്കി കിട്ടിയാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ നെറ്റ്വർക്ക് നമ്മളെ ഫോളോ ചെയ്യും. അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാസ്റ്ററി ഓഫ് സെയിൽസ് സ്കിൽസ് ആൻഡ് നോളജ് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ സെയിൽസ് ടീമിനെ തീർച്ചയായിട്ടും സെയിൽസ് സ്കില്ലുകൾ നിർബന്ധമായിട്ടും പഠിപ്പിക്കണം. ഹൈ ടിക്കറ്റ് സെയിൽസിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്നാണ് നെഗോഷിയേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലോസിംഗ്. ഈ സ്കില്ലുകൾ വളരെയധികം വാല്യുബിളാണ്. അപ്പം നമ്മുടെ സെയിൽസ് ടീമിന് എന്താണ്? ദേ ഹാവ് ടു ഹാവ് ദ മാസ്റ്ററി ഓഫ് സെയിൽസ് സ്കിൽസ്. ഫ്ലോ സ്റ്റേറ്റ് ഇൻ സെയിൽസിൽ നമ്മൾ 3 പോയിന്റ് പഠിച്ചു. എന്തൊക്കെയാണ്? ക്ലിയർ ഗോൾസ് ആൻഡ് ഫോക്കസ് എന്ന് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇമോഷണൽ കണക്ഷൻ ആൻഡ് എമ്പതി എന്ന് പഠിച്ചു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മാസ്റ്ററി ഓഫ് സെയിൽസ് സ്കിൽസ് ആൻഡ് നോളജ്. നമുക്ക് നാലാമത്തെ പോയിന്റ് പ്രീമിയം സീക്രട്ടാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമൽ എനർജി മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീമിനെ സംബന്ധിച്ച് അവരിടപെടുന്ന വ്യക്തികൾ അവർ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിലാണല്ലോ തീർച്ചയായിട്ടും അവർ ആ കസ്റ്റമറുമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമറെ ഡീല് ചെയ്യുന്ന ആ കംപ്ലീറ്റ് പ്രൊസീജിയറിൽ അവരുടെ എന്താണ് എനർജി ലെവൽ വളരെ ഹൈ ആയി വെക്കണം. അപ്പം നമ്മുടെ നാലാമത്തെ സീക്രട്ട് എന്ന് പറയുന്നതാണ് ഒപ്റ്റിമൽ എനർജി മാനേജ്മെൻറ്റ്. ഒപ്റ്റിമൽ എനർജി മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ഓരോ മനുഷ്യർക്കും പൊട്ടൻഷ്യലായിട്ടുള്ള കറൻസീസ് 4 ഉണ്ട്. ടീം എന്ന് പറയും. എന്തൊക്കെയാണ്? ടൈം, എനർജി, അറ്റൻഷൻ ആൻഡ് മണി. ഇതിൽ എനർജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എനർജി, നമ്മുടെ ആ ഒരു ഊർജം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഊർജം നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ പഠിച്ചാൽ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് കഴിയും. പിന്നെന്താണ്? ബ്രീത്തിങ് ടെക്നിക്കുകൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ കസ്റ്റമറുമായിട്ട് ഇടപെടുന്ന ആ ഒരു പ്രത്യേക ടൈമിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്ത് പോകത്തില്ല. അവരുമായിട്ട് എപ്പോഴും ഹൈ എനർജിയിൽ, അവരുടെ ആ ഒരു ഫ്രീക്വൻസിയിൽ, അവരുടെ ആ വൈബ്രേഷനിൽ നിന്നുകൊണ്ട് എന്താണ് നമുക്ക് സെയിൽസ് നടത്തുവാനായിട്ട് കഴിയും. അപ്പം ഒപ്റ്റിമൽ എനർജി മാനേജ്മെൻറ്റ്, നമ്മുടെ എനർജിയെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ആ പറയുന്ന കസ്റ്റമറുമായിട്ട് ഇടപെടുന്ന ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉപയോഗിക്കാം. അവർക്ക് നമുക്ക് സ്റ്റോറി മോഡിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന സെയിൽസിലെ മറ്റു പല ടെക്നിക്കുകളിലൂടെയും അവർക്ക് എന്താണ് അവരെ നമുക്കൊരു ട്രാവൽ, ഒരു യാത്രയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പം അവർക്ക് എന്താണ്? അവർക്ക് ആ ഒരു സ്മൂത്തായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ 2 കൂട്ടർക്കും യാതൊരുവിധ ബോറടിയോ അല്ലെങ്കിൽ യാതൊരു വിധമായിട്ടുള്ള മറ്റ് നെഗറ്റീവ് ഫീലിങ്ങോ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ജേർണി ബെറ്റർ ആക്കാൻ പറ്റും. അപ്പം നമ്മുടെ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫ്ലോ സ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അപ്പം നാലാമത്തെ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ്? എനർജി, ഒപ്റ്റിമൽ എനർജി മാനേജ്മെൻറ്റ് എന്നുള്ളത്. അഞ്ചാമത്തെ പ്രീമിയം സീക്രട്ട് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളതാണ്. അതായത് അഞ്ചാമത്തെ പ്രീമിയം സീക്രട്ട് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക്,
റിഫ്ലക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഇനിയും വരുന്ന കാലഘട്ടത്തിൽ സ്ഥിരമായിട്ടുള്ള ജോലികൾ എന്ന് പറയുന്നൊരു പ്രക്രിയ കാണുകയില്ല. സ്ഥിരം തൊഴിലുകൾ. കാരണം ഓരോ മേഖലയിലും അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് വേണ്ടത്? ആ പറയുന്ന ആ സെയിൽസ്മാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ, ആ പറയുന്ന പർട്ടിക്കുലർ ഫീൽഡിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പഴയ അറിവ് വെച്ച് കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ എന്താ വേണ്ടത്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കസ്റ്റമറിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാം. നമ്മുടെ സെയിൽസ് മാനേജറിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാം. നമ്മുടെ കൊളീഗ്സിൽ നിന്ന് നമ്മുടെ ആ ഒരു പ്രൊസീജിയറിൽ പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് ഇല്ലാതെ ഒരിക്കലും ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ഇൻഡസ്ട്രീസും മുന്നോട്ട് പോകുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രാക്റ്റഡ് വേൾഡാണ്. ഒരേ ഫീൽഡിൽ ഒരുപാട് മത്സരമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് നിലനിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡേറ്റ ഉണ്ടാവണം. അവരെക്കുറിച്ച്, അവരുടെ പ്രോഡക്ട്സ്, സർവീസ് അവർ പർച്ചേസ് ചെയ്ത ശേഷം അവരിൽ നിന്ന് ഫീഡ്ബാക്ക് നമുക്ക് ലഭിച്ച് എന്തിനു വേണ്ടിയാണ്? അടുത്ത തവണയിലേക്കും അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ നമ്മളിലേക്ക് വരുമ്പോഴും അവരുടെ പർച്ചേസ് ബെറ്ററാക്കാൻ, ആ ബന്ധങ്ങൾ കുറച്ചുകൂടെ ബെറ്ററാക്കാൻ, നമ്മുടെ പ്രോഡക്റ്റ് സർവീസിനെ കുറച്ചുകൂടെ മികച്ചതാക്കാനായിട്ടാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഫീൽഡിൽ പെടുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ, പ്രഡിക്ഷൻസ്, 10 വർഷത്തേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പഠനങ്ങൾ, അതോടൊപ്പം തന്നെ എന്താണ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, ഫ്ലോ സ്റ്റേറ്റ് ആണ്. ആ ഒരു സെയിൽസ്മാൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഫ്ലോ സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഫീഡ്ബാക്കിലൂടെയും റിഫ്ലക്ഷൻസിലൂടെയും ഈ പറയുന്ന നമ്മുടെ ആ പറയുന്ന ജേർണി, ആ കസ്റ്റമർ ജേർണിയിൽ നമുക്ക് വരുന്ന എല്ലാവിധത്തിലുള്ള പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും എന്ത് ചെയ്യും? നമ്മൾ അബ്സോർബ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് എനിക്കിങ്ങനെ മെച്ചപ്പെടാം എന്നുള്ളതാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സെയിൽസ് ക്ലോസിങ്ങിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങളും, അതായത് ഫ്ലോ സ്റ്റേറ്റ് ഓഫ് സെയിൽസിൽ ഞാൻ പറഞ്ഞ 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ഗോൾ ആൻഡ് ഫോക്കസ്. രണ്ടാമത്തെ കാര്യം ഇമോഷണൽ കണക്ഷൻ ആൻഡ് എമ്പതി. മൂന്നാമത്തെ കാര്യം എന്താണ് സെയിൽസ്മാൻ മാസ്റ്റർ ചെയ്യേണ്ടത്? മാസ്റ്ററി ഓഫ് സെയിൽസ് സ്കിൽസ് ആൻഡ് നോളജ്. നാലാമത്തെ പോയിന്റ് എന്താണ്? ഒപ്റ്റിമൽ എനർജി മാനേജ്മെൻറ്റ്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഈ പറയുന്ന 5 പ്രീമിയം സീക്രട്സും ഒരു സെയിൽസ്മാൻ അവൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലോ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ആ പറയുന്ന ഇൻ ദ സോൺ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ആ സെയിൽസ് പ്രക്രിയ ബെറ്റർ ആവും. നിങ്ങളുടെ ബ്രാൻഡ് കസ്റ്റമേഴ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആക്കുകയും ആ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? ആ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കുകൾ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധിക്കും. അപ്പം ഒരിക്കലും എന്താണ്, നമുക്ക് ഈ പറയുന്ന മറ്റ് വലിയ മാളുകൾ വന്നാലോ അല്ലെങ്കിൽ ബ്രാൻഡുകൾ വന്നാലോ നമുക്കൊരു പ്രശ്നമില്ല. കാരണം എന്താണ്? നമ്മുടെ സെയിൽസ്മാന്മാർ ആ ഫ്ലോ സ്റ്റേറ്റിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽസ് പ്രക്രിയയിൽ നിങ്ങളുടെ സെയിൽസ് ടീമിനെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഫ്ലോ സ്റ്റേറ്റ് പഠിപ്പിക്കണം. അവർക്ക് ഈ പറയുന്ന ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.